ഇന്ന് ജൂൺ 21 ലോക യോഗാ ദിനമാണ്. ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ യോഗ എത്രത്തോളം പ്രാധാന്യമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഭാരതത്തിന്റെ പൈതൃകമായ യോഗയെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിന് ഈ ദിനത്തിന് വളരെ പ്രശസ്തിയുണ്ട്. യോഗ മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നു? മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് എന്താണ് ചെയ്യേണ്ടത്? ആധുനിക കാലഘട്ടത്തിലെ തിരക്കുപിടിച്ച ജീവിതശൈലികൾ മനുഷ്യരിൽ വളരെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദവും അതുപോലെ വിഷാദവും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യോഗ കൊണ്ട് എന്ത് നേടാൻ സാധിക്കും? ധ്യാനവും പ്രാണായാമവും ഇതിനൊരു ഉപാധിയാണ്. മനസ്സിനെ ശാന്തമാക്കാൻ യോഗ സഹായിക്കുന്നുണ്ട്. അതുപോലെ ശാരീരികക്ഷമത നേടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സ്ഥിരമായ യോഗാഭ്യാസം ശരീരത്തിന് വഴക്കവും രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിരോധമാണിത്. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ യോഗ ഒരു മികച്ച ഔഷധമാണ്. പാർശ്വഫലങ്ങളില്ലാതെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ആഗോള ഐക്യവും സമാധാനവും ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്. യോഗ എന്നാൽ കൂട്ടിച്ചേർക്കൽ എന്നാണ് അർത്ഥം. ജാതി മത ഭാഷാ ഭേദമന്യേ ലോകമെമ്പാടുമുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയായി യോഗാ ദിനം മാറുന്നു. വ്യക്തികളിൽ സമാധാനം ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിനും ലോകത്തിനും സമാധാനം വളർത്താൻ കാരണമാകും. യോഗാ ദിനത്തിന്റെ ചരിത്രം ചുരുക്കി പറഞ്ഞാൽ 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രമേയത്തെ തുടർന്നാണ് ജൂൺ 21 ലോക യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. ജൂൺ 21ന്റെ പ്രത്യേകത എന്താണ്? ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനമാണ് ജൂൺ 21. ഈ ദിവസത്തിന് ഭൂമിശാസ്ത്രപരമായും ആത്മീയപരമായും ഏറെ പ്രാധാന്യമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെറുമൊരു വ്യായാമമുറ എന്നതിലുപരി ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ജീവനകല എന്ന നിലയിലാണ് ലോക യോഗാ ദിനം പ്രശസ്തമാകുന്നത്.